കടലിൻ്റെ അറ്റത്ത് കാറ്റിനൊപ്പം രാമനാമം ഇന്നും മുഴങ്ങുന്ന ഒരു പുണ്യഭൂമി. അതാണ് കോദണ്ഡരാമർ ക്ഷേത്രം. കോദണ്ഡ ശ്രീരാമന്റെ ദിവ്യമായ വില്ലിൻ്റെ പേര്. അതിനാൽ കോദണ്ഡരാമർ എന്ന് പറയുന്നത് വില്ലേന്തിയ ശ്രീരാമൻ എന്ന അർത്ഥത്തിലാണ്. രാമേശ്വരത്തിനും ധനുഷ്കോടിക്കുമിടയിൽ നിശബ്ദമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ഒരു ക്ഷേത്രം മാത്രമല്ല, രാമായണത്തിൻ്റെ ജീവനുള്ള ഓർമ്മയാണ്. ലങ്കയ്ക്കെതിരായ യുദ്ധത്തിനു മുമ്പ് അധർമ്മത്തെ വിട്ട് ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് വന്ന വിഭീഷണൻ ശ്രീരാമനെ ശരണം പ്രാപിച്ച സ്ഥലം എന്നാണ് വിശ്വാസം. സഹോദരന് വിരുദ്ധമായി നിന്നെങ്കിലും സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത വിഭീഷണനെ ശ്രീരാമൻ സ്നേഹത്തോടെ സ്വീകരിച്ചു. ശരണം തേടിയവനെ കൈവിടരുത് എന്ന ധർമ്മത്തിൻ്റെ മഹത്വം ലോകത്തോട് പറഞ്ഞ നിമിഷം. ഇവിടെ നിന്നാണ് കരുണയും നീതിയും നിറഞ്ഞ രാമരാജ്യത്തിൻ്റെ സന്ദേശം ഉയർന്നത്. കടലിൻ്റെ ഉപ്പുമണം നിറഞ്ഞ കാറ്റും ചുറ്റുമുള്ള ശാന്തതയും ഈ ക്ഷേത്രത്തെ കൂടുതൽ ദിവ്യമാക്കുന്നു. 1964 മഹാചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ തകർത്തപ്പോൾ പോലും കാലത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിലും കോദണ്ഡരാമർ ക്ഷേത്രം അതിജീവിച്ചു നിന്നു. ഭക്തർ വിശ്വസിക്കുന്നത് ശ്രീരാമന്റെ ദൈവിക കാവൽ ഈ സ്ഥലത്തെ സംരക്ഷിച്ചുവെന്നാണ്. ഇന്നും ഇവിടെ എത്തുന്ന ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ ഒരു പ്രത്യേക സമാധാനം നിറയുന്നു. കടലിൻ്റെ തീരത്ത് തിരകൾ നിശബ്ദമായി തഴുകുന്ന സമീപത്ത് കാലത്തിൻ്റെ സാക്ഷിയായി ഒരു വിശുദ്ധ ശിവലിംഗവും നിലകൊള്ളുന്നു. ഉപ്പുകാറ്റും തിരമാലകളുടെ സംഗീതവും ചേർന്ന് ആ ശിവലിംഗത്തിന് ഒരു അത്ഭുത ആത്മീയ ഭാവം നൽകുന്നു. ഓരോ തിരയും തീരത്തെ സ്പർശിക്കുമ്പോൾ പ്രകൃതി തന്നെ ഭഗവാൻ ശിവനെ അഭിഷേകം ചെയ്യുന്നത് പോലെ അനുഭവപ്പെടുന്നു. ശ്രീരാമന്റെ ഭക്തിയും പരമശിവന്റെ ദിവ്യ സാന്നിധ്യവും ഒന്നായി ലയിക്കുന്ന ഈ പുണ്യഭൂമി ഭക്തർക്കൊരു അപൂർവ ആത്മീയ അനുഭവമായി മാറുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ കടലിൻ്റെ പശ്ചാത്തലത്തിൽ നിലകൊള്ളുന്ന കോദണ്ഡരാമർ ക്ഷേത്രം ഭൂമിയിലൊരു ദിവ്യചിത്രം പോലെ തോന്നുന്നു. ഭക്തിയും ചരിത്രവും ധർമ്മവും ഒന്നായി ലയിക്കുന്ന ഈ പുണ്യസ്ഥലം ഓരോ യാത്രികന്റെയും മനസ്സിൽ ഒരിക്കലും മായാത്ത അനുഭവമായി മാറും.